ആത്മാവിൻ്റെ എട്ടാമത്തെ ഫലമായ സൗമ്യത വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രധാനമായും കാണുന്നത് പരിശുദ്ധ പത്രോസ്, യാക്കോബ്, പൗലോസ് ശ്ലീഹന്മാരുടെ ലേഖനങ്ങളിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും സെഫന്യാവ്, യെശയ്യാ എന്നീ പ്രവചനങ്ങളിലും ചില സങ്കീർത്തന ഭാഗങ്ങളിലുമാണ്. ആത്മാവിൻ്റെ എട്ടാമത്തെ ഫലമായ സൗമ്യതയെപ്പറ്റി വളരെ ചുരുക്കമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവഗുണമായ സൗമ്യത ജ്ഞാനലക്ഷണമാണെന്ന് യാക്കോബ് 3:13 ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:29-30 തിരുവചനങ്ങളിൽ കൂടി പാപികളായ നമുക്ക് വേണ്ടി പീഡാസഹനങ്ങളേറ്റ ക്രിസ്തുവെന്ന ഏക രക്ഷിതാവ് വെളിപ്പെടുത്തുന്നു. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്ന് സങ്കീർത്തനങ്ങൾ 37:11 സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് സ്വർഗരാജ്യത്തിൻ്റെ ജീവിതക്രമം വിവരിച്ചുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5 ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവും അരുളി ചെയ്യുന്നു. സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് യെശയ്യാ 29:19 യഹോവയുടെ കോപദിവസത്തിൽ മറഞ്ഞിരിക്കുവാനായി യഹോവയുടെ ന്യായം പ്രവർത്തിക്കുകയും അവനെ അന്വേഷിക്കുകയും നീതിയും സൗമ്യതയും അന്വേഷിക്കുകയും ചെയ്യുവിനെന്ന് സെഫന്യാവ് 2:3 ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യഹോവയുടെ കോപദിവസത്തിൽ മറഞ്ഞിരിക്കുവാനായി യഹോവയുടെ ന്യായം പ്രവർത്തിക്കുകയും അവനെ അന്വേഷിക്കുകയും നീതിയും സൗമ്യതയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവഗുണവും ജ്ഞാനലക്ഷണവും പ്രാപിച്ച് അബ്രഹാമിനെ പോലെ ഭൂമിയെ അവകാശമാക്കി യഹോവയിൽ സന്തോഷിച്ച് സങ്കീർത്തനങ്ങൾ 69:30-32 പറയുന്നത് പോലെ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കുകയും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തുകയും സൗമ്യതയോടെ അത് കണ്ട് സന്തോഷിക്കുകയും ദൈവത്തെ അന്വേഷിച്ച് ജീവിക്കുകയും ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.